ആഡ് ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 7 മണിയൊക്കെ ആയിട്ടാവും. ഞങ്ങൾ കറക്റ്റ് ഒരു 7:40 ആയപ്പോഴേക്കും ലൊക്കേഷനിലെത്തി. നമ്മുടെ ബാബുരാജേട്ടനാണ് ഡയറക്ടർ. അപ്പോൾ എൻ്റെ പേരായിട്ട് അഭിനയിക്കുന്നത് വിനുമോഹനാണ്. പിന്നെ ടിനിച്ചേട്ടനുണ്ട്. ടിനിച്ചേട്ടൻ്റെ പേരായിട്ട് വിവിയ ഉണ്ട്. നല്ല രസമുള്ളൊരു ആഡായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറൈസേഷനുള്ളൊരു ആഡായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പരിചയമുള്ളതുകൊണ്ടേ അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഹീറോ ഇതിൻ്റെ പുതിയ ലുക്കാണ്. വിനുവിൻ്റെ പുതിയ ലുക്കാണ് ഇത്. കുശുംബിയായിട്ടുള്ള ഭാര്യയും പാവം പിടിച്ചൊരു ഭർത്താവും. ശരിക്കും 12:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഷൂട്ട് ബാബുചേട്ടൻ തീർത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് തന്നെ കോഴിക്കോട് നെന്മണ്ട പോകേണ്ട ആവശ്യമുണ്ട്. വൈകുന്നേരം നെന്മണ്ട ഫെസ്റ്റിന് പങ്കെടുക്കണം. അപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ വേണം ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ പണിയൊക്കെ നടക്കുന്ന കാരണം ഒരു ടെൻഷനുണ്ട്. തൃശ്ശൂരൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ, പിന്നെ കോഴിക്കോടും. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കറക്റ്റ് സമയത്തൊക്കെ തന്നെ എത്തി. 1 മണിക്കൂർ ലേറ്റ് ആയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ക്ഷമ പറഞ്ഞു 1 മണിക്കൂർ ലേറ്റ് ആയതിൻ്റെ. നല്ല ഫങ്ഷനായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിതപ്പോൾ തിരിച്ച് റൂമിലെത്തി. മഹാറാണിയിലായിരുന്നു റൂം. അപ്പോൾ റൂമിലിതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് കിടക്കണം, ഒന്ന് ഫ്രഷ് ആവണം. ഇതാണ് ആകെ ഉള്ളത്. കാരണം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ റെസ്റ്റേ എടുത്തിട്ടില്ല. നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഡ്രൈവിങ് പിന്നെ പ്രോഗ്രാം. എന്തായാലും ഇപ്പോൾ റൂമിലെത്തി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞിപ്പോൾ ഹോട്ടലിലേക്ക് എത്തി. ഫുഡൊക്കെ പിന്നെ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് നേരെ വന്ന് കിടക്കണം. അതിന് മുന്നേ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അല്ല ഇത്തിരി മാത്രം, കുറച്ച്. പിന്നെ ഇത്തിരി മാത്രം അപ്പോൾ മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് കിടക്കണല്ലേ. നമ്മൾ വന്ന പാടുണ്ടല്ലോ ഡ്രസ്സ് അങ്ങ് എടുത്ത് കഴിച്ച് മാറ്റി കോട്ടൺ ഇട്ടപ്പോൾ എന്തൊരു സമാധാനം. ഇത്ര നേരമായല്ലേ. പിന്നല്ലാണ്ട് ഇനിയിപ്പോൾ നാളെ കുറച്ച് നമ്മളെ ബന്ധുക്കളൊക്കെ ഒന്ന് കാണണം. എൻ്റെ മരുമോളെ കാണണം, മോനെ കാണണം, മക്കളെ കാണണം, പേരക്കുട്ടികളെ കാണണം. അതന്നെ. അതൊക്കെ കണ്ടതിന് ശേഷം എന്തായാലും നമ്മളൊരു ഉച്ചൻ്റെ മുന്നേ തിരിച്ച് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തണ്ടേ, ഇവിടെ തന്നെ ഡ്രൈവ് ചെയ്യണം. ആകെ ടയേർഡായി. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നെ പൊക്കി പറയാൻ തുടങ്ങി. മതി. അപ്പൊ ശരി, നാളെ എന്നെ പൊക്കി പറയണ എനിക്ക് കുറേ കേൾക്കേണ്ടി വരും. അപ്പൊ നാളെ നമ്മള് ബീച്ചിൽ പോണത് എല്ലാവർക്കും ഒക്കെ എടുക്കാല്ലേ. ശരി, അപ്പൊ നാളെ കാണാട്ടോ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.